പെട്ടി പെട്ടിച്ച് എണ്ണി അറിയാതെ എങ്ങനെ വിലയിരുത്താൻ നോക്കുക? ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വെച്ച് ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണ്. ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമുക്ക് ബാഹ്യമായി ആരെങ്കിലും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പറയാനൊക്കുന്ന സ്ഥിതിയാണോ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ നടത്തുന്ന മത്സരം ത്രികോണ മത്സരമാണ്. അവിടെ ശക്തമായ മത്സരമാണ്. ഇവിടെ ഇങ്ങനൊരു ശക്തമായ മത്സരം വരുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചത്. പിന്നെ ഓരോ ദിവസം കാണുമ്പോഴാണ് ചന്ദ്രശേഖരനാണെന്ന് അദ്ദേഹം അവസാനമായിട്ട് വന്ന് പറന്നിറങ്ങിയ ആളാണ്. പക്ഷേ അദ്ദേഹം നല്ല കുറഞ്ഞ സമയം കൊണ്ട് അടിച്ചു കയറി. അതിക്ക് മുമ്പേ സ്ഥിരമായി ഇവിടെ അടിച്ചു കയറി നിൽക്കുന്ന ആളാണ് കോൺഗ്രസിൻ്റെത്. അതിനു മുമ്പോട്ട് തന്നെ ഈ നാട്ടുകാർക്ക് ഏറെ പരിചിതനാണ് പന്ന്യൻ. അങ്ങനെ 3 പ്രഗത്ഭന്മാരിൽ നിന്ന് അതിഗംഭീരമായൊരു മത്സരം ആര് ജയിക്കും എന്നറിയാതെ അവർ 3 പേരും അഹമികയായി ഞാൻ മുമ്പേ എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിച്ചു. ഞാനിവിടെ വന്നു ചോദിച്ചിട്ടും ആര് ജയിക്കുന്നു പറയാൻ സാധിക്കില്ലാത്ത ഒരു അവസ്ഥയാണെന്നാണ് പറയുക. മറ്റു പല സ്ഥലത്താണെങ്കിൽ പലരും ഏറെക്കുറെയൊക്കെ പറഞ്ഞ ആളുകൾക്കെല്ലാം അറിയാം, പറയുന്നില്ലെന്നേ ഉള്ളൂ. മൊത്തം സീറ്റ് കണക്കാക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് അത്രയും 19 സീറ്റ് അവർ കിട്ടിയതാണ്. അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ വല്ല കുറവ് വന്നേക്കാം. എന്നാലും ഏറ്റവും കൂടുതൽ കിട്ടാൻ പോകുന്നത് അവർക്ക് തന്നെയാണ്. ആലപ്പുഴ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ നല്ല ശക്തമായ മത്സരമാണ്. പാർട്ടിക്ക് കിട്ടിയ ഏക സീറ്റ് അവിടെയായിരുന്നു ആരിഫ്. അവിടെ ഒരു ത്രികോണ മത്സരമാണ് വന്നത്. വേണുഗോപാലും പണ്ടേ തൊട്ട് വേണുഗോപാലിന് ആലപ്പുഴ നല്ല പേരുള്ളൊരു കാൻഡിഡേറ്റാണ്. കുറച്ച് നാൾ പുള്ളിയുടെ പേരുമായിട്ട് ലഭിക്കില്ലായിരുന്നു. എന്നാലും കുറേ പേര് ഇവിടെ തന്നെ അവർ സൃഷ്ടിച്ചിട്ട് തന്നെയാണ് പുള്ളി അവിടെ നിലനിന്നത്. അതോടൊപ്പം തന്നെ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് BJPയുടെ ശോഭയും കുറഞ്ഞ സമയം കൊണ്ട് പ്രസംഗം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ മുന്നേറി. നല്ലൊരു മത്സരമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏതായാലും പണ്ട് BJP പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ശോഭ അവിടെ പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.